നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. TN06AD0002. ഞാൻ ആ കാറിനെ വെറുതെ വിടില്ല. എന്തെങ്കിലും ചെയ്യണമേ. വിടുന്നില്ല. അറിയാതെ ചേറ് തെറിച്ചതല്ലേ, എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? ഇത് നോക്കമ്മേ, എന്റെ ഡ്രസ് മൊത്തം അഴുക്കായി. അയ്യോ, വേഗം നമുക്ക് വീട്ടിൽ പോയി വേറെ ഡ്രസ് മാറാം. ഓക്കെ അമ്മേ, എന്നെക്കാട്ടിലും കൂടുതൽ ചെളി അമ്മയുടെ മേത്തായത്. അതെ, എന്ത് ചെയ്യാൻ പറ്റും? സാരല്ലേ, പോവാൻ വാ. നമ്മുടെ മേത്ത് ചെളി തെറിപ്പിച്ച കാറുകാരാ, വിടില്ല ഞാൻ. വാ, വീട്ടിൽ പോവാൻ വാ. പോയാലോ? പോവാമ്മേ. അച്ഛാ, ഒന്ന് വണ്ടി നിർത്തച്ഛാ. എന്താടാ കവിൻ? നിർത്ത്, പറയാ. ആ ശരി, നോക്കാം. ഇവിടെ എന്താടാ കഴിക്കാൻ കിട്ടുക? എന്റെ വിശപ്പെല്ലാം പോയച്ചാ. എനിക്ക് ആ ബബിൾസ് തന്നില്ലേ, അത് വേണം, വാങ്ങിച്ചതാ. ശരി, വാ പോവാം. ചേട്ടാ, ഈ ബബിൾസ് ഒന്ന് 2 വേണം. തരാം. സാർ, എത്ര ഇതിന്? 50 രൂപ സാർ. താങ്ക് യു സാർ. അച്ഛാ, എന്താടാ? അച്ഛൻ വലിയ ബബിൾസ് ഉണ്ടാക്കി പറത്തി വിട്, ഞാൻ പൊട്ടിക്കാം. അല്ല, അത് വിക്രമല്ലേ? അത് അവൻ തന്നെയാ, വേറെ ആരുമല്ല. ഇതെന്താ ഇവൻ കമ്പനി നോക്കുന്നു പറഞ്ഞിട്ട് അവന്റെ മോന്റെ കൂടെ കൊച്ചുകുട്ടികളെ പോലെ കുമളയും വിട്ട് കളിക്കുന്ന കണ്ടില്ലേ? ഇന്നെന്ത് പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ? മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതെ ഇവിടെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളും കമ്പനിയിൽ പോവാതെ സ്വർണ്ണക്കടയിലേക്ക് പോവാന്ന് പറഞ്ഞു. ഇതെന്താ ഇവിടെ നടക്കുന്നേ? നടക്കുന്നതൊക്കെ നമുക്ക് അനുകൂലമായിട്ട് തന്നെയാ. അത് മാത്രമല്ല, ഇവനെങ്ങനെ ചെയ്യുന്നത് നമുക്കും നല്ലതാ. വിക്രമിന് അവന്റെ മകനില്ലാതെ ജീവിക്കാൻ പോലും കഴിയില്ല. പക്ഷേ അതാണ് അവന്റെ വീക്ക്നെസ് എന്ന് അവൻ അറിയില്ല. സെന്റിമെന്റ്സ് കൊണ്ട് നടന്ന് അവന് പലതും നഷ്ടപ്പെടാൻ പോവോ. ഇന്ന് കമ്പനിയിൽ മീറ്റിംഗ് വെച്ചിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തി ഞാൻ കമ്പനിയിൽ ഇവൻ പോലും അറിയാതെ വേറെ പല കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവൻ ഇങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അത് കറക്റ്റാ പറഞ്ഞത്. ശരി, വണ്ടി എടുക്ക്, നമുക്ക് പോവാം. മാഡം, ഇതാര്? കണ്ണൻ നായരോ? എന്താ വിളിച്ചു പറയാതെ? നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ഓഫീസിൽ പോയിരുന്നു. അപ്പൊ നിങ്ങള് വീട്ടിലുള്ളതെന്ന് പറഞ്ഞു, അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. ആ ശരി, ഇരിക്കെ. അത് സാരമില്ല, ഇരുന്ന് സംസാരിക്കാം നമുക്ക്. ഇരിക്കെ. മാഡം, എന്റെ മൂത്തമുള്ള കവിതയ്ക്ക് നാളെയാണ് കല്യാണം. മണ്ഡപത്തിൽ വന്ന് മാഡമാണ് താലി എടുത്തു കൊടുക്കേണ്ടത്. എന്താ കണ്ണൻ നായരെ,
നാളെ കല്യാണം ഫിക്സ് ചെയ്തിട്ട് ഇന്നാണോ വന്ന് വിളിക്കുന്നത്? അത് അവസാനം വിളിച്ചാ മതിയെന്ന് വിചാരിച്ചോ? അയ്യോ മാഡം, അങ്ങനെയൊന്നുമല്ല. വളരെ പെട്ടെന്ന് വന്ന ഒരു ആലോചനയാ. പെട്ടെന്ന് ഫോറിനിലേക്ക് പോകാനുള്ള വിസ ചേർക്കിന് വന്നിരിക്കുക. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് മോളെയും കൂടി കൊണ്ടുപോകാനിരിക്കുക. ഓ ശരി. അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് കല്യാണം തീരുമാനിച്ചത്. മാഡം ശരി, തീർച്ചയായിട്ടും വരണം. ഞാൻ തീർച്ചയായും വരാം. ഇങ്ങത്തെ ദാ മാഡം. മാഡം, നാളെ നമ്മുടെ ബോർഡ് മീറ്റിംഗാ. ഫോറിൻ കമ്പനി കൊളാബറേഷൻ. അത് നാളെ വേണ്ട, മറ്റന്നാളേക്ക് ഷെഡ്യൂൾ ചെയ്യ്. നമ്മുടെ കമ്പനിയിൽ 10 വർഷമായിട്ട് കണ്ണനാരി ജോലി ചെയ്യുന്നതാ. ഇദ്ദേഹം നമ്മുടെ ഫാമിലി മെമ്പറെ പോലെയാ. ഇദ്ദേഹത്തിന്റെ മോളുടെ കല്യാണത്തിന് നമ്മൾ പോയില്ലെങ്കിൽ എങ്ങനെയാ? ഓക്കെ മാഡം. ഞാൻ തീർച്ചയായിട്ടും വരാം. വളരെ സന്തോഷം മാഡം. അപ്പൊ ഞാൻ പുറപ്പെടുക. ശരി, പോയിട്ട് വാ. വരട്ടെ. എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് വിക്രമിനെ കൊണ്ടൊരു 2ാം കല്യാണം കഴിപ്പിക്കണം എന്ന് വെച്ചാ അവൻ സമ്മതിക്കുന്ന ലക്ഷണമില്ല. എല്ലാ സൗഭാഗ്യങ്ങളും തന്ന ദൈവം ഈ ഒരു കാര്യത്തിൽ മാത്രം വിക്രമിനെ തഴഞ്ഞു മാഡം. ഏത് വിധേനയെങ്കിലും എന്റെ മകനെ കൊണ്ടൊരു 2ാം കല്യാണം കഴിപ്പിച്ച് എത്രയും വേഗം നല്ലൊരു കുടുംബസ്ഥനായി അവനെ കാണണം. തീർച്ചയായിട്ടും മാഡം, അത് നടക്കും. ഹായ് നില. ഹായ് ആന്റി. എന്താ നിലേ, വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് വീട്ടിലേക്കൊന്നും വരാതിരുന്നേ? സ്കൂളില് ബുക്സ് ഒക്കെ കിട്ടിയോ? തന്നെ ആന്റി. ബുക്സ് മാത്രമല്ല, ഹോംവർക്കും തന്നിട്ടുണ്ട്. അത് എഴുതിക്കൊണ്ടിരിക്ക. അതെയോ, ഗുഡ് ഗേൾ. ശരി, നിനക്ക് വേണ്ടി ആന്റി നൂഡിൽസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതെയോ, ഇതെന്റെ ഫേവറേറ്റാ. അങ്ങനെയാണെങ്കിൽ ശരി, കഴിക്ക്. പിന്നെ ഹോംവർക്ക് ചെയ്യാം. അമ്മ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചോളാം. അമ്മയില്ലാതെ ഭക്ഷണം കഴിക്കില്ലേ? ശരി, അമ്മ വന്നിട്ട് കഴിച്ചാ മതി. നില, അമ്മ വന്നല്ലോ. എന്താ ചെയ്യുന്നേ? ആന്റി ശല്യൊന്നും ചെയ്തില്ലല്ലോ? ശല്യോ? ഹേ, അങ്ങനെയൊന്നുമില്ല വിജി. നിലയെ ഞാനായിരുന്നു ശല്യം ചെയ്തുകൊണ്ടിരുന്നെ. ഇവള് ഒരു ദിവസം ആയിട്ടുള്ളൂ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട്. അപ്പോഴേക്കും സിൻസിയർ ആയിട്ട് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കാം.